മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയെയും കാണാനായിട്ട് മോഹിനി എത്തുന്നുണ്ട്. മഹാലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ മോഹിനി കരഞ്ഞുകൊണ്ട് മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. ഇത് കാണുന്ന കണ്ണൻ പറയുന്നുണ്ട്, അമ്മയുടെ മോൾക്ക് ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ, ജീവനോടുകൂടി ഇല്ലേ എന്ന് പറയുന്നു. പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനോട് മോഹിനി പറയുന്നുണ്ട്, മോള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളവരെല്ലാം വളരെ ആഹ്ലാദത്തിലാണ്. ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് പുറമെ വേദന കാണിക്കുകയും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മാർക്കോ ഇല്ലായിരുന്നെങ്കിൽ ഇയാൾ ഇന്ന് ജീവനോട് ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ മഹാലക്ഷ്മി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എൻ്റെ ചിത കത്തുന്ന ദൃശ്യങ്ങളൊക്കെ കാണണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മോഹിനി, അയ്യോ എനിക്കൊന്നും കാണണ്ട മോളെ, അത് അല്ലെങ്കിൽ കൂടി എനിക്കത് കാണണ്ട എന്ന് പറയാൻ കേട്ടോ. ലോകത്ത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോവുകയാണെന്ന് മോഹിനി പറയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നുമല്ല, ഇതിലും അപ്പുറം ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട് അമ്മ എന്ന് പറയുന്നു. സ്വത്തിനു വേണ്ടി രക്തബന്ധങ്ങളെ ചുട്ടുകൊല്ലുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾക്കിടയിൽ ഉണ്ടമ്മേ എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന മോഹിനി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് മോളിനെ എനിക്ക് ഒട്ടും വഴങ്ങാത്ത ഈ നാടകത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നത് തന്നെ. എൻ്റെ മോളുടെ ചിത കത്തുന്നത് കണ്ട് സന്തോഷിച്ചവരും ആ വാർത്ത കേട്ട് ആനന്ദിച്ചവരെല്ലാം ഇനി ഭയം നിന്ന് ജീവിക്കട്ടെ എന്ന് ഞാനും കരുതുകയാണ് മോനെ എന്ന് പറയുന്നു. മേഘനാഥൻ ഒരു പേടിത്തൊണ്ടനാണെന്ന് ഇപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആ കരുണയുടെ അച്ഛൻ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ ധൈര്യശാലികളായിട്ട് നടന്നവരെയൊക്കെ തെരഞ്ഞെടുത്ത് ഒന്ന് പേടിപ്പിക്കണമെന്നാണ് മാർക്കോ പറയുന്നതെന്ന്. അങ്ങനെ തന്നെയാണ് എൻ്റെയും അനന്തുവിൻ്റെ നിലപാട്. എന്തായാലും ഓണം വരെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോട്ടെ അമ്മയെന്ന് പറയുകയാണ് കണ്ണൻ. ഇത്തവണ ഓണത്തിന് എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് സദ്യ കഴിക്കാനൊന്നും പോകുന്നില്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇയാളുടെ മരണം ആഗ്രഹിച്ചവരുടെ കൂടെ ഇരുന്ന് സദ്യ കഴിച്ചാൽ എനിക്കത് അങ്ങോട്ട് ഇറങ്ങില്ല അമ്മയെന്ന് പറയാണ് കണ്ണൻ. അപ്പോൾ മഹാലക്ഷ്മി അമ്മയോട് പറയുന്നു, മറ്റൊരു സന്തോഷം അമ്മയോട് പറയട്ടെ, എൻ്റെ കണ്ണേട്ടൻ്റെ കാലിലേക്കൊന്ന് നോക്കി അമ്മേ, രണ്ട് കാൽവിരലുകളും ചലിച്ചു തുടങ്ങി. അതുപോലെ തന്നെ മുട്ടിന് താഴേക്കുള്ള ഭാഗത്തെല്ലാം സ്പർശനവും ഇപ്പോൾ കണ്ണേട്ടന് അറിയാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മോഹിനിക്ക് വളരെയേറെ സന്തോഷമാവാണ്. മോഹിനി ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ടിട്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, മൊത്തത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ് കണ്ണേട്ടന് ഇപ്പോൾ ഈ ചികിത്സയിലൂടെ നടന്നത്. അത് തോമസ് വൈദ്യർക്ക് തന്നെ അതിശയം തന്നെയാണെന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മോഹിനി പറയുന്നുണ്ട്, മോൻ നടന്നു തുടങ്ങും മോനെ, എന്നിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദാമ്പത്യ ജീവിതം തിരിച്ചു കിട്ടണം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം എന്നെല്ലാം വളരെ സന്തോഷത്തോട് മോഹിനി പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എല്ലാ അമ്പലങ്ങളും കയറി ഇറങ്ങി നടക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മോഹിനി. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അമ്മ അങ്ങനെയല്ലായിരുന്നല്ലോ, എന്നെ കല്യാണം കഴിച്ചു തരുന്നതിൽ അമ്മക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് കണ്ണൻ. അതിന് ഞാൻ എല്ലാ പ്രായശ്ചിത്ത പൂജകളും നടത്തി മോനെ എന്ന് മോഹിനി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും മുഖം തിരിച്ച് നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന്, മോൻ തന്നെയാണ് എൻ്റെ മോളുടെ ഈ ജന്മം ഭർത്താവായി വരേണ്ടതെന്നാണ് എന്നെല്ലാം മോഹിനി പറയാണ്ടോ കണ്ണനോട്. ഇത് കേൾക്കുന്ന കണ്ണനും മഹാലക്ഷ്മിക്കും വളരെയേറെ സന്തോഷമാവാണ്. പിന്നീടാണെങ്കിൽ പ്രതാപനും മുത്തശ്ശിയും കൂടെ കമലേശ്വരം വീട്ടിലെത്തുന്നു. അങ്ങനെ ദുർഗ അവരെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന ആൾക്കാരെല്ലാം എത്തി എന്ന് പറഞ്ഞ് കരുണയെയും ഉണ്ണിയെയും ദുർഗ വിളിക്കുന്നുണ്ട്. കരുണയുടെ ചിരിച്ച മുഖം കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഇപ്പോഴാണ് നല്ല സന്തോഷം ഉണ്ടായത്, ഇത് കണ്ടപ്പോൾ മുത്തശ്ശിക്ക് വളരെ സന്തോഷമായി എന്ന് പറയുന്നു. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അമ്മയുടെ മോളുടെ മുഖത്ത് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്ത് ഒരു CFLൻ്റെ വെളിച്ചമുണ്ടെന്ന് പറയാണ്ടോ പ്രതാപൻ. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, പോലീസ് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഇന്നും വന്നോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, 2 പോലീസുകാർ ബൈക്കിൽ വന്നിട്ട് ഓരോന്നൊക്കെ ചോദിച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കാൻ നോക്കണ്ട, പോലീസ് ഈ കേസിൽ തെളിവുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ അവളെ കത്തിച്ച് കളഞ്ഞിരിക്കുകയല്ലേ. ഇത് കേൾക്കുന്നു ദുർഗ പറയുന്നു, കത്തിച്ച് കളഞ്ഞവളിപ്പോൾ രാത്രി ഇറങ്ങി നടക്കുകയല്ലേ ചെയ്യുന്നതെന്ന് പറയാൻ കേട്ടോ. പിന്നീട് സാഗർ വന്ന് മാർക്കോനോട് പറയുന്നുണ്ട്, മഞ്ജു എന്നെ വിളിച്ചിരുന്നു, അവളുടെ വീട്ടിൽ നിന്നൊരു പാർട്ടി നടക്കുന്നുണ്ട്, ആ മഹാലക്ഷ്മി മരിച്ചതിൻ്റെ പാർട്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ലോപ്പസ് ചോദിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഒരാളിൽ നിന്ന് തിരഞ്ഞെടുക്കണ്ടേ ഒന്ന് പേടിപ്പിക്കാനായിട്ടെന്ന് മാർക്കോനോട് ചോദിക്കുന്നു. മാർക്കോ പറയുന്നു, ഉറപ്പായിട്ടും നമുക്ക് തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നുണ്ട്. മിക്കവാറും മഹാലക്ഷ്മി ഇന്ന് ഭയപ്പെടുത്താൻ പോകുന്നത് വേറെ ആരെയല്ല, പ്രതാപനെ തന്നെയായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.